ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഇന്ന് ഞാനൊരു ബീഫ് പോള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ബീഫ് പോള റെഡിയാക്കാൻ വേണ്ടി 1/4 കിലോ ബീഫ് ഞാനിവിടെ ഉപ്പ്, മഞ്ഞൾ, കുരുമുളക് പൊടി, കറി മസാലപ്പൊടി എന്നിവ ചേർത്ത് വേവിച്ച് ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 3 സവാള കൊത്തി അരിഞ്ഞതാണ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഒരു 3 പച്ചമുളക്, കറിവേപ്പില, പുതിനയില, മല്ലിയില. അപ്പോൾ ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ചൂടാകാൻ വേണ്ടി ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കൊത്തിയരിഞ്ഞ സവാളയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. അതിനുശേഷം 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബീഫ് വേവിച്ച് നമ്മൾ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബീഫ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 സ്പൂണോളം കറി മസാലപ്പൊടിയും ചേർത്ത് പുതിനയിലയും മല്ലിയിലയും വേപ്പിലയിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 5 മുട്ട മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബീഫ് പോളയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.